ധൂർത്തപുത്രന്റെ ഉപമയിൽ ഈശോ നമ്മോട് പറയുന്നു, എത്ര വലിയ തെറ്റ് ചെയ്താലും തിരിച്ചു വരാൻ കാത്തിരിക്കുന്ന ദൈവത്തെക്കുറിച്ച്. എത്ര കൊടും പാപിയാണെങ്കിലും ദൈവം കാത്തിരിക്കുകയാണ് നമ്മൾ തിരിച്ചു വരാൻ. അത്രമാത്രം കാരുണ്യം ചൊരിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇവിടെ അത് വായിക്കുമ്പോൾ നമുക്കറിയാം, പിതാവ് ദൂരെ വെച്ച് തന്നെ ആ മകനെ കാണുമ്പോൾ അങ്ങോട്ട് ഓടിച്ചെന്ന് അവനെ സ്വീകരിക്കുന്നു. ആ മകൻ ഒരു വേലക്കാരനായി നിൽക്കാം എന്ന് വിചാരിച്ചാണ് വരുന്നത്. പക്ഷേ പിതാവ് അവനെ മകനായി തന്നെ സ്വീകരിക്കുന്നു. അവൻ ഉടുപ്പ് കൊടുക്കുന്നു, മോതിരം കൊടുക്കുന്നു, ചെരുപ്പിടിക്കുന്നു. അവനെ മകനായിട്ട് തന്നെ സ്വീകരിക്കുന്നു. അതാണ് നമ്മുടെ ദൈവം. എന്നാൽ ആ ഭാഗം കഴിയുമ്പോൾ ആ ധൂർത്തപുത്രന്റെ സഹോദരനെ കുറിച്ച് ഈശോ പറയുന്നുണ്ട്. ആ സഹോദരനെ അവനെ അംഗീകരിക്കാൻ പറ്റുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. ദൈവം എപ്പോഴും നമ്മൾ ക്ഷമിക്കുന്നു, എന്നാൽ നമുക്ക് നമ്മുടെ സഹോദരനോട് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ സഹോദരൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ദൈവം ക്ഷമിക്കുന്ന ഒരു വ്യക്തിയാണ്. അവന്റെ തെറ്റെല്ലാം ദൈവം ക്ഷമിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന നമ്മൾ എന്തുകൊണ്ട് ആ സഹോദരൻ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല? ദൈവം ക്ഷമിക്കുന്നത് പോലെ തന്നെ നമ്മളും ക്ഷമിക്കണം എന്ന് ഈശോ നമ്മോട് പറയുന്നു. എപ്പോഴും ഓർക്കുക, ഒരു തെറ്റ് ചെയ്തവനെ ഇടിച്ചു താഴ്ത്താൻ നമ്മൾ ശ്രമിക്കരുത്. അവനെ കൈപിടിച്ചുയർത്താനാണ് ദൈവികമായ പ്രവൃത്തി. അത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.